ഹലോ പറയടാ. ഹലോ പറയടാ. ഹലോ ഹലോ പറയടാ. ഹലോ ഹലോ പറയടാ. ഹലോ എടാ ഹലോ ഹലോ എന്ന് പറഞ്ഞോണ്ടിരിക്കാനല്ല, എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറ. എടാ നീ എവിടാ? എടാ ഞാൻ ഡ്യൂട്ടിയിലടാ. ആന്ധ്രാ നമ്മളെ കൊണ്ടുപോകുന്നത് എവിടാ? ഊട്ടിയില്. ഊട്ടിയിലടാ. ഊട്ടിയിലെന്നല്ല, ഞാൻ ഡ്യൂട്ടിയിലെന്ന്. എടാ ഞാൻ ഡ്യൂട്ടിയില്. ഡിങ്കന്റെ ഡാ. ഡിങ്കന്റെ ഡാ അല്ല, ഡിങ്കന്റെ ഡി അല്ലേ? ഡിങ്കന്റെ ഡാ. ഡിങ്കന്റെ ഡി ആണ്. ഡിങ്കന്റെ ഡാ. ഡിങ്കന്റെ ഡി. 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 ഡിങ്കന്റെ ഡാ. പച്ചിരി പോടാ. എമർജൻസിന്റെ മുമ്പ് കിടന്ന് എന്നെ കൊണ്ട് പേക്കൂത്ത് കാണിപ്പിക്കാനാണ്. പച്ചിരി പോടാ. ആ വിളിക്കുന്ന ഡിങ്കന്റെ ഡാ മാറ്റാൻ പറയും. ഹലോ എടാ ഞാൻ വിളിച്ചെന്തെന്നറിയാമോ? എടാ ഡിങ്കന്റെ ഡായും ഡീയും പറയാനാണ് എനിക്ക് വയ്യ. നീ കാര്യം പറ. അതല്ല, എന്റെ അപ്പൂപ്പ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, നിനക്ക് അറിയാല്ല? അറിയാടാ അറിയാം. അപ്പൂപ്പൻ എന്തെങ്കിലും പറ്റിയാലേ നീ ഓടി വരണേ. എടാ ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. നീ ഒരു കാര്യം ചെയ്യ്, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് 108 വിളിക്കണം കേട്ടാ. വിളിച്ചാ മതി അല്ലേ? എടാ 108 വിളിച്ചാ മതി, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ അളിയാ. ഓ. അപ്പൊ ഈ 108 നമ്പർ എത്രയാണ്? വച്ചിട്ട് വിടാ പയർ മണി. വച്ചിട്ട് വിടാ. ഒരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാലേ ഡിങ്കന്റെ ഡായല്ല, ഡിങ്കന്റെ ഡി ആണ്. ഡിങ്കന്റെ ഡായും കൊണ്ട് അവൻ നടക്കുവാണ് മനുഷ്യനെ. രാവിലെ തന്നെ ഓരോരുത്തന്മാര്. സിസ്റ്ററെ ഫ്രൂട്ടി കഴിഞ്ഞാ? ഓ എടാ രാവിലെ തന്നെ വന്ന് തെറ്റിക്കൽ കോമഡി പറയാ. ഇത് കോമഡി മാസ്റ്റേഴ്സിലെ അമ്പിളിക്കുട്ടൻ അല്ല, നീ ആംബുലൻസ് ഡ്രൈവറാണ്. പറഞ്ഞ മനസ്സിലായ? ഫ്രൂട്ടി അല്ല, ഡ്യൂട്ടി. ഞാൻ ശരിക്കും പറഞ്ഞതാണ്. അല്ല ഈ രക്തം കൊടുക്കാനായിട്ട് വരുന്നവരുടെ ഫ്രൂട്ടി നിങ്ങൾ എടുത്തോണ്ട് പോകൂലേ? അത് കഴിഞ്ഞാന്ന് ഞാൻ ചോദിച്ചത്. ആരുണേ അനാവശ്യം പറയലട്ടാ. തമാശയാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ അവർ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പോലും ഫ്രൂട്ടി ഇല്ല. പിന്നെയാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോണത്. പിന്നെ ക്ഷീണിക്കുമ്പോ ചിലപ്പോ 7-8 കുടിച്ചെന്നൊക്കെ ഇരിക്കും. അത്രേ ഉള്ളൂ. സിസ്റ്ററെ ഒരു 4 മണിയായപ്പോ രക്തം കൊടുക്കാനായിട്ട് ജിമ്മിടെ കൊടുത്തന്നെ ഞാൻ അവിടെ കൊണ്ടുവന്നില്ല. അവനെ പിന്നെ കണ്ടില്ല, എവിടെ പോയി? അത് നിന്റെ കൂട്ടുകാരനായിരുന്നു. എന്റെ കൂട്ടുകാരൻ. എടാ രക്തം കൊടുക്കാനെന്നും പറഞ്ഞ് വന്നവൻ രക്തം എടുക്കേണ്ട സൂചി കണ്ടപ്പോ തലയിറങ്ങി വീണ് ഇവിടുന്ന് 2 കുപ്പി ബ്ലഡ് അടച്ചാണ് അവനെ വീട്ടിൽ കൊണ്ടുവിട്ടത്. ഇനി നീ ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ടുവിടെ വന്നോണ്ടല്ലോ. ആ അല്ല ഒന്ന് നേരത്തെ 12:15 ആയോളൂ. നേരത്തെ പോണെന്ന്. നേരത്തെയാ? എടാ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയതാണ്. നീ ഒരു ആക്സിഡന്റ് കേസ് കൊണ്ടുവന്നില്ലേ ഒരു 2 അയ്യോ ബൈക്ക് ആക്സിഡന്റ്. അവന്മാര് കാരണമാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇറങ്ങാൻ. എടാ അത്ര ഭയങ്കര വലിയ ആക്സിഡന്റ് ആയിരുന്നു. വലിയ ആക്സിഡന്റ് ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബൈക്കുകൾ തമ്മിലൊന്ന് ഉരസിയതേ ഉള്ളൂ. പിന്നെ ഇത്രയും മുറിവ് എങ്ങനെ വന്നേ? ഈ ന്യായം പറഞ്ഞില്ലേ, ഉരസിയന്റെ ന്യായം പറഞ്ഞവന്മാര് തമ്മിൽ അടികൂടി കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചതിന്റെ മുറിവും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അറിയാമോ? എടാ അവന്മാർ അത്രയും വിഷയോ? വിഷയോ എന്റെ പൊന്നോ, ആ വണ്ടിക്കകത്ത് കിടന്ന് എന്തോ വിഷയമായിരുന്നു. ഒരുത്തന് വണ്ടി ഓടിക്കാൻ ഞാൻ കൊടുക്കണോന്ന്. എന്റെ ദൈവമേ. എടാ ഇവിടെയും വന്നിടത്ത് ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ അസാധ്യ വഴക്കായിരുന്നു. അതിന്റെ ഇടയിൽ ഒരുത്തൻ നിന്നെ പറ്റി കുറ്റവും പറഞ്ഞു. ഞാൻ എന്തോ ചെയ്ത്? നീ ആംബുലൻസിന് സൈറൻ ഇട്ടില്ലെന്ന്. സൈറനെ കേട്ടോ വേളം കാണുന്നത് വെളി കേട്ടെ. ദൈവമേ. എടാ വാർഡി കിടന്ന് എന്തൊരു വഴക്കായിരുന്നു അറിയാമോ? വഴക്ക് തന്നെയായിരുന്നു. വാട്ടിലും കിടന്ന് വഴക്ക് കൂടിയാ? ആടാ. എന്തിന്? ഇവിടെ കട്ടിലില്ലല്ലോ, അതുകൊണ്ട് ഇവന്മാർക്ക് 2 കൂടി ഞാൻ ഒരു കട്ടിലാണ് കൊടുത്തത്. യുദ്ധം പ്രഖ്യാപിച്ചവന്മാർക്ക് ഒരു മുറി എടുത്തു. എന്നിട്ട് ഞാനൊന്ന് പോയി വന്നപ്പോഴേ ഇവന്മാര് 2 ബെഞ്ചിൽ കയറി കിടക്കണടാ. അതിന് വാർഡില് ബെഞ്ചില്ലല്ലേ? ബെഞ്ചില്ല. ഇവന്മാർ 2 കൂടെ വഴക്കിട്ട് ആ കട്ടിലിനെ 2ആയിട്ട് പിളർന്ന് 2 ബെഞ്ചായിട്ട് 2 സൈഡിൽ ഇട്ടാൻ കിടന്നു. ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നപ്പോ സിസ്റ്റർ ഇതെവിടെ പോയിരുന്നു? ഞാൻ സ്ക്വയറിന് പോയിരുന്നു. സ്ക്വയറിനല്ലേ, സാധാരണ റൗണ്ട്സിനല്ലേ പോകേണ്ടത്? എടാ ഏതെങ്കിലും ആശുപത്രി റൗണ്ടിന് നീ കണ്ടിട്ടുണ്ടോ? എല്ലാ ആശുപത്രി സ്ക്വയറിലല്ലേടാ ഇരിക്കണേ. അപ്പൊ പിന്നെ സ്ക്വയറിലല്ലേ പോകാൻ പറ്റും, റൗണ്ട്സിന് പോകാൻ പറ്റും? ശരിയാണ്. അപ്പൊ നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണല്ലേ. പറഞ്ഞു പറ്റിച്ചതാടാ. കാര്യം ചോദിച്ചോട്ടാ, സെൽവൻ ഡോക്ടർ ഇപ്പൊ ഡ്യൂട്ടിക്ക് വരല്ലേ? ലീവാ? ഇല്ലടാ ഉണ്ടല്ലോ, ഇന്ന് വന്നല്ലോ. അവിടെ ഉണ്ട്. എന്ത്? അല്ല എനിക്കിപ്പോ മോർച്ചറി നോട്ടം കിട്ടണില്ല. എടാ നീ ചുമ്മാ അനാവശ്യം പറയില്ലേ. സീനിയർ ഡോക്ടറാണ്, വാടി കിട്ടും നിനക്കിവിടെ. അയ്യോ സീനിയർ ഡോക്ടർ കേക്കണം. അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ വന്ന ചെറുക്കന്റെ അപ്പൻ ഓപ്പറേഷൻ ചെയ്ത് വിട്ട പുള്ളിയാണ്. പിന്നെ അങ്ങനെ കൂടുതലൊന്നും പറയാം. അതൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ. പുഷ്പരാജ് ഡോക്ടർ ഇപ്പൊ എവിടാ? മുകളിലത്തെ നിലയിൽ നിന്ന് മേളിലോട്ട് പോയി. മുകളിലത്തെ നിലന്ന്? അല്ല മുകളിലത്തെ നില അല്ല, താഴത്തെ നിലയിൽ നിന്ന് മുകളിലോട്ട് പോയി. അപ്പൊ താഴോട്ട് വരൂലേ? പുഷ്പ താഴില്ലടാ. അവിടെ ENT ഒന്നും ഇല്ലേ ഇപ്പം? ഉണ്ടല്ലോ, ഇയും എന്നും ടീയും ഉണ്ട്. അതല്ല അവിടെ പേഷ്യൻസ് ഒന്നും ഇല്ലേന്ന്. ഇഷ്ടം പോലെ ഉണ്ട്. എന്തേ? അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല ഈ ഗ്യാസ് കൊണ്ടുള്ള ഇത്ര ബഹളം തോന്നുന്നു. അപ്പൊ നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എടാ ഗ്യാസ് കിട്ടാനില്ലല്ലോ. അവിടത്തെ ബോർഡ് കണ്ടപ്പോ ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞ് ബംഗാളികൾ വന്ന് ക്യൂ നിൽക്കണത്.
ഈ സൈലൻസ് കൊള്ളാം കേട്ടാ. നമുക്ക് അമേരിക്ക വരെ പോകണം, ട്രംപിനെ ഒന്ന് കാണണം. ഈ സൈലൻസ് പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെ യുദ്ധം നിർത്തും. ആ ശരി തന്നെ. അയ്യോ പറഞ്ഞേ എന്റെ വണ്ടിയിൽ വണ്ടി കൊണ്ടിരിച്ചത് ന്യായം പറയുന്നോ? ഞാൻ പറയുന്നോ എന്റെ വണ്ടിയിൽ നിന്റെ വണ്ടിയല്ല കൊണ്ടിരിച്ച് ഇത് ന്യായമാണോ പറയണേ? പിന്നെ വഴക്കിടക്കും നായാലും കോമഡി പറയാൻ പറ്റോടാ? ഇവിടെയാണോ കോമഡി പറയണ്ടേ? ഇവിടെ കോമഡി പറയണത് പിന്നെ നീ എന്തിനു വന്നത്? കോമഡി പറയാൻ അല്ല ഞാനും കാണിച്ചത്. അല്ല അല്ല തിരിഞ്ഞു പോയി. കോമഡി അല്ല, നിങ്ങൾ അടി കൂടണം. അതാണ് ഞാൻ പറഞ്ഞത്. നിന്നെ കൊല്ലോടാ ഞാനിന്ന്. നിന്റെ വണ്ടി ഇനി എന്റെ വണ്ടിയിൽ ഇടിക്കാൻ പാടില്ല. ഇത് എന്റെ തെറ്റ് നീ പറയുന്ന. വണ്ടിയാകുമ്പോ തട്ടിന്ന് മുട്ടുന്നൊക്കെ ഇരിക്കും. സുരേഷ് കൃഷ്ണൻ എന്നാണ് പേര്. അല്ല സജി കൃഷ്ണ. അല്ല ഇപ്പൊ വന്ന സുരേഷ് കൃഷ്ണ ആണോ? വണ്ടിയാകുമ്പോ തട്ടിന്ന് മുട്ടുന്ന അങ്ങനെ ഉണ്ടായി. അതെ അതെ, ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കാര്യം കേൾക്കണം. എന്റെ കുറ്റല്ല, ഇവന്റെ കുറ്റായിരുന്നു. എത്ര എന്റെ കുറ്റം? എന്താ കുറ്റം? വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത്തോട്ട് പോയി. അപ്പൊ നിന്റെ തെറ്റാണ്. വലത്തോട്ട് ഇൻഡിക്കേറ്റർ ആരെങ്കിലും ഇടത്തോട്ട് പോകുമോ? എനിക്ക് വലത്തോട്ട് ഇൻഡിക്കേറ്റർ മാത്രമേ കത്തുള്ളൂ. അപ്പൊ നീ ഇൻഡിക്കേറ്റർ ഇടരുത്. ഇൻഡിക്കേറ്റർ ഇല്ലെന്ന നിയമം അങ്ങനെയല്ലേ? വലത്തോട്ടോ ഇടത്തോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ കത്തിക്കണം. എടാ നിന്റെ ഇൻഡിക്കേറ്റർ കത്തല്ലല്ലോ. അപ്പൊ നീ കൈ കൊണ്ട് സിഗ്നൽ കാണിക്കണം. കൈകൊണ്ട് സിഗ്നൽ കാണിക്കുന്ന കാര്യം മാത്രം പറയില്ല. പണ്ട് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട് ഒരു കാർ പോയി. ആ കാറിൽ ഇരുന്നമാര് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ചെന്ന് കയറി കൊടുത്തമാര് ഇടത്തോട്ട് പോയി. അപ്പൊ അവരുടെ ഭാഗത്താണ് തെറ്റ്. വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് ചെന്ന് കയറുന്നത് തെറ്റാണ്. അവരുടെ ഭാഗത്താണ് തെറ്റ്. അമര ഭാഗത്തല്ല തെറ്റ്. അവർ ഇൻഡിക്കേറ്റർ അല്ല കത്തിച്ചത്, സിഗരറ്റ് കത്തിച്ചിട്ട് കൈ വെളിയിലേക്ക് ഇട്ടത്. തീരെ വെട്ടാണ്. എന്തെങ്കിലും വെട്ടക്കണ്ട ഉടനെ അതിന്റെ പിറകെ പോകും. ഇപ്പൊ എന്താണ് പ്രശ്നം? ഇപ്പൊ ഞാൻ പൊന്നുപോലെ നോക്കുന്ന എന്റെ മോളെ പോലെ നോക്കുന്ന വണ്ടിയാ അത്. മാളും ആ വണ്ടീന്റെ പിറകിലെ കൊണ്ടിടിച്ചത് മനസ്സിലായില്ലേ? അതിന് ഞാൻ രാവിലെ കുളിപ്പിക്കും, അതിന് കുറിതൊടിക്കും, അതിന് മാലയടിക്കും. പൊന്നു പോലെ ഞാൻ ആ വണ്ടി നോക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്, എന്റെ വീടിന്റെ അപ്പുറത്ത് കൊമ്പൻ പറഞ്ഞ ബുള്ളറ്റ് ഉണ്ട്, അതിനെ കൊണ്ട് കെട്ടിച്ചാലോ? മൂക്കിട്ടിരിക്കും ഞാൻ പറഞ്ഞോളൂ. എന്താ ഞാൻ കണക്കിന് കൊടുക്കും, കണക്കിന് കൊടുക്കും. നോക്കും. അതെനിക്ക് മനസ്സിലാവില്ല. ഗുണനോ സമമൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നീ കണക്കിന് കൊടുത്തു. ആഹാ, ഇവനെ ഇടിച്ചിട്ട് എന്റെ മൂക്കിന്റെ പാലാ തകർത്ത് കളഞ്ഞറിയോ? നിന്റെ മൂക്കിന്റെ പാലുകൾ തകർത്തു. അല്ലെ പാലായിട്ട് പാലം നടത്തില്ല. കൂടെ ഡയലോഗ് അടിക്കല് കേട്ടോ. ഇവനാണ് ആദ്യം എന്റെ മൂക്കിന് ഇടിച്ചത്. അപ്പൊ പിന്നെ നീ നിന്റെ മൂക്കിലടിച്ച ഉടനെ നീ അവനെ തിരിച്ചടിക്കുവോ? അങ്ങനെ ഉണ്ട്. പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് മാത്രമല്ല, ഇവ എന്റെ നെഞ്ചിൽ 4 ചവിട്ട് കൊട്ടി. 4 ചവിട്ടാണ് ചവിട്ട്. 4 ചവിട്ട്. എടാ ഈ 4 ചവിട്ട് നീ ചവിട്ടിയപ്പോ ഈ ഒരു ചവിട്ട് ആ ബ്രേക്കിൽ ചവിട്ടിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നാടാ ഇവിടെ? ഇവനെ ഞാൻ അടിക്കും. എപ്പൊ തുടങ്ങിയ പ്രശ്നം വിടൂലടാ ഞാൻ. എടാ എന്റെ ഹെൽമെറ്റ് ബാഗ് താടാ. എന്റെ ചേട്ടൻ ഇപ്പൊ വരുവാടാ, വിളിക്കാൻ വരുവാടാ. ഞാൻ പ്രശ്നം ഉണ്ടാക്കൂലെന്ന് നിങ്ങൾ സമാധാനപ്പെടും. നിന്റെ ബന്ധു കൊണ്ട് പോണ്ട. എവിടെ അതാണ് നിന്റെ ബന്ധുവാണ്? എനിക്ക് ബന്ധുക്കളില്ല, ഞാൻ അനാഥനാണ്. എന്റെ ബാഗ് തരാൻ പറ. സിസ്റ്ററെ, ഞാനൊരു കാര്യം, എന്റെ പിറകെ കിടന്ന് കറങ്ങല്. നിങ്ങളെ വിളിക്കാൻ നിങ്ങളെ ഭർത്താവ് വന്നാൽ നമ്മളെ കൊണ്ടുള്ള ഗോസിപ്പ് പറയും. പോയി മാറി. കൊള്ളാം കേട്ടോ, നല്ല വാച്ചറാ. എവിടെ നിന്ന് വാങ്ങിച്ചേ? ഓൺലൈനിൽ വെച്ച് ആണല്ലോ, കൊള്ളാം കേട്ടോ. ഇത് ചെയിനാണ് സാർ. ഇതും കൊള്ളാം കേട്ടാ. അതെ അതെ, എനിക്കും ഇതുപോലത്തെ വാച്ച് ഉണ്ടായിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി. എങ്ങനെ പൊട്ടിയടാ? ഇവിടുത്തെ വണ്ടി കൊണ്ട് ഇടിച്ചത്. ആണോ? നിന്റെ അടുത്ത് കാർ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാൻ ലൈസൻസ് തന്നത്? ഇനി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസിനെ കൊണ്ട് ഞാൻ പോലീസിനെ വിളിക്കും. എനിക്ക് ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതാണ് ഇവിടെ ബഹളം ഉണ്ടാക്കണതല്ലേ? നീയൊക്കെ അടി കൂടി ഇനി വിളിക്കും. പക്ഷേ എനിക്ക് പിന്നെ കൊല്ലണം. കൊല്ലണോ? ഒറ്റ അടി വെച്ച് നടല്ല. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര മനുഷ്യരെന്നറിയാമോ ജീവന് വേണ്ടി ആ ഐസിയുനകത്ത് കിടന്ന് പിടയ്ക്കുന്നത്? അപ്പോഴാണ് നിനക്ക് ഈ ഉള്ള ജീവനെ കളയാൻ വേണ്ടി നീയൊക്കെ ഇവിടെ കിടന്ന് അടികൊള്ളു കൂടുന്നത്. പറഞ്ഞ മനസ്സിലായ? വല്ലപ്പോഴെങ്കിലും പാവപ്പെട്ട ഓരോ ജീവനെ പറ്റിയും ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നു. സംഭവമായിട്ട്
പോയില്ലായിരുന്നാ? ഇല്ലടാ ചേട്ടൻ വന്നില്ല. ഇതെന്തോ കേക്കൊക്കെ ആയിട്ട്. നമ്മുടെ അരുണിന്റെ ബർത്ത്ഡേ അല്ലേ? എന്റെ ബർത്ത്ഡേ ഫേസ്ബുക്കിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ തന്നെ നമ്മളൊരു സർപ്രൈസ് അങ്ങ് പ്ലാൻ ചെയ്തതാ. ആരുടെ ഹാപ്പി ബർത്ത്ഡേ നീ ഒന്നും പറഞ്ഞില്ല. ഇല്ല നമ്മളൊന്ന് ശ്രദ്ധിക്കില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം. അവരെ അത് ഇവിടെ ആലോചിച്ചോണ്ടിരിക്കട്ടെ. കട്ടിയല്ലേ ഹാപ്പി ബർത്ത്ഡേ പാടിയാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഒന്ന് നിർത്താം. ഒറ്റ മിനിറ്റ്. ഹലോ. ആ എത്താം. ഒരു 15 മിനിറ്റിൽ എത്താം. 15 മിനിറ്റ്. എടാ നിങ്ങൾ കട്ടിയടാ. വണ്ടൂര് പാലത്തിൽ നിന്ന് ഒരു കൊച്ചു താഴെ പോയി. പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. നിങ്ങൾ കട്ട് ചെയ്തോ. നിങ്ങൾ സെറ്റപ്പ് എടാ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ചിട്ട് പോടാ. ഞാൻ ഇവിടെ ഒരു നിമിഷം നിന്ന് ആ കുഞ്ഞിന്റെ ജീവൻ പോകും. നിങ്ങൾ സെറ്റപ്പ് ചെയ്തോ. ഞാൻ ഇപ്പൊ വരാൻ കേട്ടാ. വണ്ടി അവിടെ കിടക്കണം. കേട്ടോ അവരങ്ങനെയാ. അവരുടെ സന്തോഷങ്ങളൊന്നും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അവര് നോക്കൂല. സ്വന്തം ജീവൻ പണയം വെച്ച് വളയം പിടിച്ച് ഓരോ ജീവനെ രക്ഷിക്കുന്നതിലാണ് അവരുടെയൊക്കെ സന്തോഷം. ശരിയാണ്. നമ്മുടെ ഓരോ ആംബുലൻസ് ഡ്രൈവർമാർക്കും നമുക്ക് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്. എന്റെ ഇവിടെ ഭയങ്കര വേദന. ഒരു ഗുളിക കിട്ടൂ? എനിക്ക് ഈ ഭാഗത്താന്ന് വേദന. ഒരു ഗുളിക കിട്ടുമോ? എടാ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട എന്നെ പറ്റി നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഞാൻ പോണ് കാറ്റ. പൊക്കോ